PM ശ്രീ കരാറിൽ കേരളം ഒപ്പുവെക്കുമ്പോൾ ആ തീയതി ഏതായിരുന്നു? കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആ ഗവൺമെന്റിനെ നിയന്ത്രിച്ച രാഷ്ട്രീയ നേതൃത്വം ആരുടേതായിരുന്നു? അതൊക്കെ മാറിയല്ലോ. ആ രാഷ്ട്രീയ നേതൃത്വം മാറി. നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമാണ്. PM ശ്രീയെ അറബിക്കടലിൽ എറിയാൻ വന്ന നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതുപോലെ അന്ന് PMA സലാം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് KM ഷാജി വരെ പറഞ്ഞ PM ശ്രീ പദ്ധതി ഞങ്ങൾ ചുരുട്ടിക്കൂട്ടും, PM ശ്രീ പദ്ധതി ഞങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിയും, PM ശ്രീ പദ്ധതി ഞങ്ങൾ അറബിക്കടലിൽ എറിയും തുടങ്ങി പറഞ്ഞ വാചകങ്ങളൊന്നും ഞാനിപ്പോ കേൾപ്പിക്കുന്നില്ല. അങ്ങനെ താങ്കളെ എംബാരസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം എനിക്കില്ല. എങ്ങനെ അണികളെ അഭിസംബോധന ചെയ്യും സാർ? അണികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ മുസ്ലിം ലീഗ്? PM ശ്രീ കരാറിൽ കേരളം ഒപ്പുവെക്കുമ്പോൾ ആ തീയതി ഏതായിരുന്നു? കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആ ഗവൺമെന്റിനെ നിയന്ത്രിച്ച രാഷ്ട്രീയ നേതൃത്വം ആരുടേതായിരുന്നു? അതൊക്കെ മാറിയല്ലോ. ആ രാഷ്ട്രീയ നേതൃത്വം മാറി. നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമാണ്. PM ശ്രീയെ അറബിക്കടലിൽ എറിയാൻ വന്ന നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഫണ്ട് എന്ത് ചെയ്തു എന്നുള്ളതല്ല. അവരെ ജനങ്ങൾ മാറ്റി. ഇവർ ഒക്ടോബർ മാസം 16-ാം തീയതി 2025 ഒപ്പുവെക്കുന്നു. 22-ാം തീയതി ഒരു മന്ത്രിസഭാ യോഗം ചേർന്നു. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. CPIക്ക് പോലും അറിയില്ല. 23-ാം തീയതി വാർത്ത പുറത്തു വരുന്നു. പിന്നീട് 12-11 ഈ പറയുന്ന കത്ത് പോകുന്നത്, വാസുകി IASന്റെ കത്ത് പോകുന്നത്. ഈ ദിവസങ്ങൾക്കിടയിൽ ഇന്ന് PM ശ്രീയുടെ പേരിൽ ഞങ്ങളുടെ രക്തത്തിന് ദാഹിക്കുന്ന ഈ ശിവൻകുട്ടി അടക്കം ഇന്ന് നിരന്നു നിൽക്കുന്ന ഈ നേതാക്കന്മാരടക്കം അവരെടുത്ത നിലപാടുണ്ട്. ആ നിലപാട് എന്തായിരുന്നു? ആ നിലപാട് PM ശ്രീക്ക് അനുകൂലമായിരുന്നു, നിങ്ങളുടേതെതിരായിരുന്നു. ഇപ്പൊ നേരെ തിരിഞ്ഞ് ഉൾട്ടയായി. ഇതൊരു U-ടേൺ ആണോ അല്ലയോ എന്നതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. CPI ഇടഞ്ഞു നിൽക്കുന്നു. CPIക്ക് മുന്നിൽ 3 മാർഗങ്ങളുണ്ട്. 1, മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാം. 2, പിന്നെന്താണ്, അവർക്ക് പുറത്തുനിന്ന് പിന്തുണയ്ക്കാം. മാതൃഭൂമി മാത്രം പറഞ്ഞൊരു കാര്യമുണ്ട്, വേറൊരു ചാനലും അമ്മ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനോഹർ പരീക്കർ വെച്ച സ്റ്റേറ്റ് ഓഫ് ഗോവ സുപ്രീം കോടതിയിൽ ഒരു കേസാണ്. ആ കേസിന്റെ ലോ അനുസരിച്ച് മന്ത്രിസഭ അറിയാതെ ഇത്തരമൊരു തീരുമാനമെടുത്തതിന്റെ പേരിൽ CPIക്ക് വേണമെങ്കിൽ കോടതിയിൽ പോവാം. അന്ന് മാതൃഭൂമി മാത്രം പറഞ്ഞൊരു പോയിന്റ് അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഘട്ടത്തിലെത്തിയപ്പോൾ ഇവർ പിന്മാറി. PM ശ്രീ എന്നൊരു വെല്ലുവിളി 2025 ഒക്ടോബർ 19-ാം തീയതി വരെ കേരളത്തിന് മുൻപിൽ ഉണ്ടായിരുന്നില്ല. ഈ കെണിയിലേക്ക് കേരളത്തെ കൊണ്ടുപോയി വീഴ്ത്തിയത് LDF ആണ്. ഞങ്ങളുടെ മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരും, അവരിത് പരിശോധിക്കും. ഇടതുപക്ഷം കൊണ്ടുപോയി നിർത്തിയ ഈ അപകട മുനമ്പിൽ നിന്ന് കേരളത്തിന്റെ മതനിരപേക്ഷത എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്ന ആലോചനയിലാണ് ഞങ്ങളുള്ളത്. ആവർത്തിച്ച് പറഞ്ഞ ഒരുപാട് വാചകങ്ങളുണ്ട്. കമ്മിറ്റഡ് ആയി ഇനി പിന്നോട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളല്ല കമ്മിറ്റഡ് ആയത്, അവരാണ് കമ്മിറ്റഡ് ആയത്. പിന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് എങ്ങനെയാണ്? VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രി വളരെ വളരെ വ്യക്തമായി പറഞ്ഞ ഒരുപാട് വാചകങ്ങളുണ്ട്. എന്തുകൊണ്ട് മുന്നോട്ട് പോകണം? ഞങ്ങൾ വിവിധ മുഖ്യമന്ത്രിമാരുമായി, BJP ഇതര മുഖ്യമന്ത്രിമാരുമായി ആലോചിച്ചു, അതനുസരിച്ചൊരു കോമൺ ആയിട്ടുള്ള തീരുമാനം എടുത്തതാണ് തുടങ്ങി ഞങ്ങൾ ഇതുമായി മുന്നോട്ടാണ് എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങള് മന്ത്രിസഭാ ഉപസമിതി വെച്ചിട്ട് ആലോചിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.